വെൽക്കം ടു കോട്ടൂർ മോണ്ടനെഗ്രോ. എല്ലാവർക്കും മോണ്ടനെഗ്രോ സിറ്റിയിലേക്ക് സ്വാഗതം. നമ്മുടെ ഷിപ്പ് അവിടെ ഓൾറെഡി ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണുന്നത് ക്രൂയിസ് സ്പോട്ടാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുണ്ട്. എന്നാലും നല്ലൊരു അടിപൊളി വിഷ്വൽസ് ആയിരിക്കും നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റുന്നത്. എല്ലാ സുഹൃത്തുക്കളും ഒരിക്കൽ കൂടി മോണ്ടനെഗ്രോയിലേക്ക് സ്വാഗതം. മോണ്ടനെഗ്രോ കോട്ടിലെ വണ്ടർഫുൾ പോർട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സൈഡ് ഫുള്ള് മലയാണ്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. അതാണ് ഇവിടുത്തെ ക്രൂയിസ് പോർട്ട് വരുന്നത്. സ്ഥലം താഴെ എസ്കലേറ്റർ കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നിന്നും അപ്പുറ സൈഡിലേക്ക് മൂവ് ചെയ്യാനാണ് അവർ എസ്കലേറ്റർ യൂസ് ചെയ്യുന്നത്. സോ അത്രയും റിച്ച് ആയിട്ടുള്ള കൺട്രിയാണ് മോണ്ടനെഗ്രോ കോട്ടൂർ. സോ ഈ ബാക്ക് സൈഡിലൊക്കെ ഫുള്ള് മലയാണ്. നല്ല അടിപൊളി വ്യൂ ആണ്. നല്ല ലൊക്കേഷനാണ് ഇന്ന് ഷിപ്പ് ഡോക്ക് ചെയ്തേക്കുന്നത്. മോണ്ടനെഗ്രോ ക്രൂസ് പോർട്ടിലാണ് ഷിപ്പ് ഡോക്ക് ചെയ്തേക്കുന്നത്. മോണ്ടനെഗ്രോ കോട്ടൂർ എന്ന ക്രൂസ് പോർട്ടാണ്. സോ ഇത് നല്ല അടിപൊളി ലൊക്കേഷനാണ്. കാണാൻ സാധിക്കും ഒരു ട്രാഫിക്. ഇതെല്ലാം റെസ്റ്റോറൻറ്റ്സൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഫുള്ളും റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലുള്ളത്. ഇതെല്ലാം ടൂറിസ്റ്റ് ലൊക്കേഷൻസാണ്. ഒരു മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഉണ്ട് ആ മലയുടെ ടോപ്പ് സൈഡിലേക്ക് പോകുന്നത്. നമുക്ക് അങ്ങോട്ടേക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പോകാനായിട്ട്. നല്ല അടിപൊളി വ്യൂ ആയിരിക്കും അവിടെ നിന്നും കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ബസ്സാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി ലൊക്കേഷനാണ്. ഇതെല്ലാം പല പല ടൂറ് കൊണ്ടുപോകാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റാണ് ഈ കാണുന്നത്. ഒരുപാട് ഗസ്റ്റുകൾ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ ഷിപ്പിലുള്ള ഇതിനെക്കാട്ട് വേറെ ഗസ്റ്റുകൾ പലരും ഫ്ലൈറ്റ് പിടിച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ ഷിപ്പിൽ അത്രയും ഗസ്റ്റുകൾ കുറവാണ്. എന്നാൽ തന്നെ ഒരുപാട് ഗസ്റ്റുകൾ സെപ്പറേറ്റ് കാണാൻ സാധിക്കും. നമുക്ക് ഇന്നലെ അകത്തോട്ടൊന്ന് മൂവ് ചെയ്ത് നോക്കാം. ഇതുവരെ മ്യൂസിയമാണ് ഈ കാണുന്നത്. 1944. നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം. അതിൽ ഇവരുടെ ഒരുപാട് ഗസ്റ്റുകൾ കാണാൻ സാധിക്കും. ചെറിയ ഷോപ്പ് ഉണ്ട്. രാത്തൊക്കെ നല്ല അടിപൊളി വ്യൂ ആണ്. നല്ലൊരു മെയിൻ ടൂറിസ്റ്റ് ലൊക്കേഷനാണ് കോട്ടൂർ മോണ്ടനെഗ്രോ. ബാക്ക് സൈഡ് ഫുള്ള് മലയാണ് കാണാൻ സാധിക്കും. ഫുള്ള് ബാക്ക് സൈഡ് ഫുൾ മലയാണ്. ഇത് ഇവരുടെ സോവിനർ ഷോപ്പുകളാണ്. ഭാഗത്ത് ഫുള്ളും ഷോപ്പുകളാണ്. നല്ല വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്സാണ് ഈ കാണുന്നത്. എന്തായാലും മുന്നോട്ട് മൂവ് ചെയ്ത് നോക്കാം. ഇവിടുത്തെ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പാണ് ഈ കാണുന്നത്. ഫോട്ടോ എടുക്കുന്ന സ്ഥലം. ലൈറ്റ് ഷോപ്പ്. Arbitro originalidade.
ചെറിയ ഹോട്ടലാണ്. ഇവിടെ നല്ല ഫുള്ള് റെസ്റ്റോറൻറ്റ്സ് ആണ്. അടുത്ത ടൂറാണ്. പഴയ ബിൽഡിങ്സ് ആണ് ഫുള്ള്. പഴക്കമുള്ള ബിൽഡിങ്സ് ആണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്സ് ഏരിയ ആണ്. റെസ്റ്റോറൻറ്റ്സ് ഏരിയ ആണ്. ആ ഭാഗത്ത് പോകാം. ഫാർമസി, വേറൊരു ഫാർമസിയാണ്. മെഡിക്കൽ ഷോപ്പ്, ATM, ചെറിയ ചെറിയ ഷോപ്പുകളാണ് ഫുള്ള്. സൗണ്ട് ഷോപ്പ് നല്ല എക്സ്പെൻസീവ് ആണ്. ഫുള്ളും യൂറോയിലാണ് റേറ്റ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ അടുത്ത വ്യൂ കാണാൻ പറ്റും. ഈ ഭാഗത്തും ഫുള്ള് റെസ്റ്റോറൻറ്റ്സ്. ഇവിടെയും നല്ല അടിപൊളി വ്യൂ ആണ്. ഫുള്ളും ബാറും നല്ല ഐറ്റംസ് ഒക്കെ ആണ്. വഴിയിൽ പഴക്കമുള്ള ബിൽഡിങ്ങാണ്. ഇവിടുത്തെ സമയം കാണാൻ പറ്റും. 1 o'clock ആണ്. സിബാക്കൊക്കെ ഫുള്ള് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയ ആണ്. പോയിൻ്റ് വരുന്നത് 1166 2016. എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുകയാണ്. മുകളിലേക്ക് പോകേണ്ടത് ബാക്ക് സൈഡിലാണ് അതിൻ്റെ മല വരുന്നത്. ടോപ്പിലാണ് അതിൻ്റെ മല ക്ലൈംബ് ചെയ്ത് കയറേണ്ടത്. നെക്സ്റ്റ് ഇതെല്ലാം ഇങ്ങനത്തെ ബിൽഡിങ്ങാണ് ഇവിടെ ഫുൾ. ഗാലറി ഒക്കെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയയാണ്. ഈ മാൾ നല്ല വർഷങ്ങൾ പഴക്കമുള്ള പള്ളി കാണാൻ സാധിക്കും. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. താറാവിനെ കാണാൻ സാധിക്കും. ഫുള്ള് നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത്. മീനുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ നിന്ന് മല നല്ല അടിപൊളിയായിട്ട് കാണാം. ഫുള്ളും മലയാണ്. നടുക്കാണ് ഇതിൽ സിറ്റി വരുന്നത്. ഈ ഭാഗത്തും ഫുള്ളും അങ്ങനെ കാണാൻ സാധിക്കും. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് നോക്കാം. പഴയ കോട്ടയാണ്. ഇതിൻ്റെ മലയിലേക്ക് കയറാനുള്ള ഇത് വേയാണ് കാണുന്നത്. ഇതുവഴി കയറിയിട്ട് ഈ സൈഡിലൂടെ കാണാൻ സാധിക്കും. ഇങ്ങനെ കയറി മുകളിലെത്തണം. അതാണ് ഫൈനൽ പോയിന്റ് വരുന്നത്. അവിടം വരെ എത്തുമ്പോൾ തന്നെ ആൾ അവശ നിലയിലാവും. ബെറ്റർ ഇപ്പോൾ അത് ചെയ്യാണ്ടിരിക്കും സേഫ്. നല്ല ക്ലൈമറ്റാണ്. നല്ല വെയിലാണിപ്പോൾ. നമുക്ക് എന്തായാലും ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് നോക്കാം. അതൊക്കെ updated. So after 2 days we going to Dry Dock, no? So there is no time to go out. Same church.
പ്ലീസ്. സൂപ്പർ മാർക്കറ്റ് അതിലെത്തിയിട്ടുണ്ട്. അതാണ് ഷോപ്പിംഗ് സെൻറ്റർ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഷോപ്പിംഗ് സെൻറ്റർ ഇസാണോ? ഷോപ്പിംഗ് സെൻറ്റർ, അതിൻ്റെ ബാക്ക് സൈഡിലും മല. ഷോപ്പിംഗ് സെൻറ്റർ മോണ്ടനെഗ്രോ യൂറോപ്പിലെ ഷോപ്പിംഗ് സെൻറ്ററാണ് ഈ കാണുന്നത്. ഇൻസൈഡ് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇവിടുത്തെ ഷോപ്പിംഗ് സെൻറ്ററാണ്. ഉള്ള ഐറ്റംസ് എല്ലാം യൂറോയിലാണ് റേറ്റ്. ചീപ്പ് 6 euro one Indian. ഇതൊക്കെ ഷൂ ഡ്രസ് ആൻഡ് ഐറ്റംസ്. ഇത് കണ്ണാടി ഷോപ്പ്. ഒരുപാട് ഷോപ്പുകളുണ്ട്. നല്ല അടിപൊളി ലൊക്കേഷനാണ് മോളിൽ നിൽക്കുന്നത്. പിന്നെ ആ ഭാഗത്ത് അവിടെ നിന്നാണ് സ്പ്രേ വളരെ റേറ്റ് കുറച്ച് നമുക്ക് കിട്ടും. റേറ്റ് വളരെ കുറവാണ് അവിടെ. ഓൾറെഡി കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. റേറ്റ് വളരെ കുറവായതുകൊണ്ട് നമുക്ക് ഇവിടെ പർച്ചേസ് ചെയ്യാൻ സാധിക്കും. നല്ല ഷോപ്പുകളാണ്. കുറച്ച് ചോക്ലേറ്റ്സ് പിന്നെ സ്പ്രേ ഐറ്റംസൊക്കെയാണ് പർച്ചേസ് ചെയ്തത്. കാണാൻ സാധിക്കും ചോക്ലേറ്റ്സ്. പിന്നെ ഇതിൻ്റെ സ്പ്രേ എല്ലാം മേടിക്കുന്ന ഫ്രാൻസ്, ബെൽജിയം അവിടെ നിന്നൊക്കെയാണ്. നല്ല അടിപൊളി പ്രോഡക്റ്റ് നമുക്കിവിടെ നിന്ന് കിട്ടും. ഇതാണ് മോണ്ടനെഗ്രോ യൂറോപ്പ്. എല്ലാവർക്കും മോണ്ടനെഗ്രോ യൂറോപ്പ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്കെന്നാലും മോളിൻ്റെ അടുത്തേക്ക്
മുകളിൽ താഴേക്ക് ഇറങ്ങാം. എന്നാലും റിട്ടേൺ കയറാൻ ടൈമായി. ഗൈസ്, മോണ്ടനെഗ്രോയിലെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. സോ ഇത് നല്ല അടിപൊളി ലൊക്കേഷനാണ്. സോ മാക്സിമം ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് എത്തിക്കുക. സോ നെക്സ്റ്റ് ടൈം നല്ലൊരു ലൊക്കേഷനുമായി കാണുന്നതായിരിക്കും. സീ യു ആൻഡ് ബൈ ബൈ.